ഹലോ, ഇന്നൊരു പനി പിടിച്ചെടുക്കുന്ന വ്ളോഗും പിന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതാ രാവിലെ തൊട്ട് തന്നെ നല്ല മഴയാണെന്ന്. ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും, പിന്നെ കുറച്ച് ടൈമൊന്നും ഇല്ലാതിരിക്കും, പിന്നെയും മഴ, അങ്ങനെയാണ് കേട്ടോ. അപ്പം വ്ളോഗൊന്നും എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചായ എടുക്കാനിരുന്നപ്പോൾ തോന്നി എന്നാൽ പിന്നെ മന്തി ഉണ്ടാക്കണ്ടല്ലോ, ആ വീഡിയോ അങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ കറി ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചത് ഈസ്റ്റ് ഇട്ട് അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ദിവസമായിട്ട് നല്ലോണം പനിച്ച് കിടക്കുകയാണ്. ഇന്നിപ്പോൾ പനിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, എന്നാലും നല്ല ക്ഷീണവും ചുമയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടന്നിട്ട് തന്നെ പുറം വേദനിക്കണ പോലെ പുറം വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ലോഡ് പണികൾ പെൻഡിങ് കിടക്കുന്നുണ്ട്. പനി പിടിച്ച് ഒന്നിനും ഒരു തോന്നാത്ത പോലെ അങ്ങനെ കിടക്കിയിരുന്നു കേട്ടോ. ഫുഡും മര്യാദയ്ക്ക് ഉണ്ടാക്കലില്ല, അങ്ങനെ ഫുള്ള് കിടത്തം തന്നെയായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും നല്ലോണം സൂക്ഷിക്കുക. പിന്നെന്താ, അങ്ങനെ പെരുന്നാളിൻ്റെ ബീഫൊക്കെ ഇങ്ങനെ ചെറിയ കവറുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ മുഴുവൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെയും ബാലൻസ് ഉള്ളത് പിന്നെയും വെക്കണം. അപ്പം അങ്ങനെ ഓരോ കവറിലാക്കി വെച്ചതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഗുളികയൊക്കെ കുടിക്കാനുണ്ട്. എത്ര സുഖമില്ലാണ്ട് കിടന്നാലും ഇങ്ങനെ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. പിന്നെ പനി പിടിച്ചതുകൊണ്ട് ഇത് മാറില്ലാതെ നിവർത്തിയില്ല എന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസം വീട്ടിൽ നിന്ന് നോക്കി സുഖമില്ലാന്ന് കണ്ടിട്ടാണ് ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോയത്. പിന്നല്ലേ, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ കൈ കുടഞ്ഞിട്ട് എന്തിനാണ് ഈ ഗുളിക വായി നിറക്കി പോകണമെന്നുള്ളത് അറിയില്ല. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ കയ്യിലാണ് അതിൻ്റെ റിയാക്ഷൻ വരിക. ഇപ്പോൾ മരുന്നാണെങ്കിൽ കയ്പുള്ളതാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും കൈ കുടഞ്ഞിട്ട് അങ്ങനെ തീർക്കും. അപ്പോൾ ഇതാ ഇന്നിപ്പം ബീഫ് എങ്ങനെയെങ്കിലും ചിലവാകണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ മന്തി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ച് റൈസ് വീട്ടിലുണ്ടായിരുന്നത് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു കുക്കറിൽ ബീഫും ഒന്നിൽ റൈസും വേവിച്ചിട്ട് അങ്ങനെ ദം ചെയ്തെടുക്കണേ ഉള്ളൂ. അപ്പം അരി കഴുകിയിട്ട് കുറച്ച് ടൈമൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കറിൽ വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ബീഫൊക്കെ കട്ട് ചെയ്തിട്ട് വേണം, അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചതാണ്. ബീഫില്ലേ പിന്നെ നല്ലോണം ഐസ് പോകാനൊന്നും നിൽക്കലില്ല. ഐസായിട്ട് കിടക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. കുറച്ചൊന്നാണ്ട് വിട്ട് വന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ തന്നെ ഐസായാലും പെട്ടെന്ന് കിട്ടും. അപ്പം കുറച്ച് വലിയ പീസുകളാക്കിയിട്ടാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെയൊക്കെ കമൻസും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ മാക്സിമം റിപ്ലൈ ഒക്കെ തരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ബീഫ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇങ്ങനെ പനി പിടിച്ച് കിടക്കുന്ന ടൈമിൽ ഇപ്പോൾ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുമോ എന്നുള്ളത് ചിന്തിക്കുന്നവരുണ്ടാവും. പനി വന്നപ്പോൾ പിന്നെ ഭയങ്കര വിശപ്പാണ്, എന്തൊക്കെയോ ഫുഡ് കഴിക്കണം എന്നുള്ള തോന്നലൊക്കെയാണ് കേട്ടോ. പക്ഷേ എന്താ, ഞാൻ പറഞ്ഞല്ലോ 4 ദിവസമായിട്ട് നല്ല മടി പിടിച്ച് കിടക്കണോണ്ട് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ കിടന്നാൽ പറ്റൂല, എനിക്ക് ഇന്നെ തന്നെ നോക്കി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് കേട്ടോ. അപ്പോൾ ഇതാ പുന്നൂനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. ഓളിപ്പോൾ പുതിയ സ്കൂൾക്കാണ്, ഓട്ടോ ഒക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഓൾ അങ്ങനെ പോയി. പിന്നെ ഞാൻ ബീഫും ഒന്ന് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലിനെയും കൂടെ ഒരുക്കി വിടാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് ഒരു കുക്കറിലിട്ടിട്ട് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മന്തിൻ്റെ മസാലയും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കണം. നോക്കുമ്പം മന്തി മസാല എക്സ്പയറി ആയി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് സിമ്പിളാണ് കേട്ടോ. ഒരു പാനിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂണ് പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതും ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുകയാണ്. മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാനിപ്പോൾ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ.
ഇതിപ്പോൾ ഒന്ന് കളറ് മാറി വരുവോളം വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കളറ് മാറി വന്ന ഒരു 2 ടീസ്പൂണ് ഈ ബീഫിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് ബീഫ് നന്നായിട്ട് വെന്ത് വരണം, അപ്പോഴാണ് മന്തിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ബീഫ് കുക്കറിൽ അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലിനെ യൂണിഫോമൊക്കെ ഇട്ട് ഓളെ സെറ്റാവുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ കുളിയും ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓളെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ബീഫ് കഴുകി കഴിഞ്ഞ് അവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ ഈച്ച ഉണ്ടോ? ഈച്ച ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കിച്ചണിക്ക് വരാൻ കഴിയൂല, അത്രയും ഈച്ച ആയിരിക്കും. അപ്പോൾ ഇനി ബാക്കി പാത്രങ്ങൾ കഴുകാനും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കിച്ചണിനെ കുറിച്ചും ഒക്കെ കുറേ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുണ്ട്. ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാക്സിമം കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടാപ്പിനെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെ ആകെ ഒരു ഒഴിഞ്ഞ പോലെ ആയിരിക്കും. 2 ദിവസമായിട്ട് പിന്നെ ഉമ്മയും ഇവിടെ പനിച്ചെടുക്കുകയാണ്, ഞാനും പനിച്ചെടുക്കായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ 2 2 റൂമിലും അടക്കും, മക്കളും പോവും. അങ്ങനെ ഒരു കഞ്ഞി വെച്ച് കുടിച്ച് പോയ ദിവസങ്ങളായിരുന്നു കേട്ടോ 2-3 ദിവസം. പിന്നെ ഈ ബീഫ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കണമല്ലോ, അല്ലാണ്ട് കറി വെച്ചാലോ അങ്ങനെ ഇതാക്കി കഴിഞ്ഞാലൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ കഴിക്കും. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. എന്നാൽ തന്നെ ഈച്ചയും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും ഈച്ച ഉണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ടാപ്പ് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടാപ്പ് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, റേറ്റൊക്കെ. ടാപ്പ് നമ്മളെ നാട്ടിലുള്ളൊരു ലോക്കൽ ഈ സാനിറ്ററി ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ കറക്റ്റ് റേറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ മൊത്തത്തിൽ സാധനം എടുത്തതല്ലേ, അങ്ങനെ ബാത്റൂം ആക്സസറീസ് സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ മാത്രം റേറ്റ് എനിക്കറിയൂല കേട്ടോ. ഞാൻ കിട്ടുകയാണെങ്കിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. ഈ ഒരു ഷേപ്പിലുള്ളത് അന്വേഷിച്ചിട്ട് ഇവിടെ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. ഞാൻ ഇനി റൈസ് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായും ഗ്രാമ്പും പട്ടയും ഇട്ട് കൊടുക്കണം. പിന്നെ കയ്യിൽ 1 ഏലക്കായ ഉള്ളായിരുന്നു, അപ്പോൾ ഉള്ളത് എന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിച്ചണിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ നടക്കുന്നുണ്ട്. കുറേ ബോട്ടിലൊക്കെ എടുത്തതൊക്കെ തിരിച്ച് വെക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ച് ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്തിട്ട് പിന്നെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. കുക്കർ ഇടയ്ക്ക് നല്ല വിസിൽ വരുന്നുണ്ട്. പിന്നെ കുക്കർ ബീഫ് നന്നായിട്ട് വേവണം. ഒരു 6-7 വിസിൽ വരുവോളം വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫിൽ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അത് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ റൈസും അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ, അത് രണ്ടും കൂടെയാണ് കേട്ടോ ഇത്. പിന്നെ മാഗി ക്യൂബ് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ പിന്നെ കുരുമുളക് പിന്നെ മുഴുവൻ മല്ലി ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ മല്ലിയൊന്നും ചേർത്തിട്ടില്ല.
നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മന്തി മസാല ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബീഫിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ 2 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഇനി വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫ് ചേർത്തെടുക്കട്ടോ. ബീഫ് വെന്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ കുക്കറിലുള്ള ആ വെള്ളം ഒഴിവാക്കരുത്, കാരണം അതിലായിരിക്കും ബീഫിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് വെള്ളം വറ്റാൻ വേണ്ടി വെക്കണം. അങ്ങനെ വെള്ളം നന്നായിട്ട് വറ്റാൻ വേണ്ടി അവിടെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ റൈസ് വന്നിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്കർ ഓപ്പൺ ആക്കുന്ന ടൈമിൽ ചൂടോടുകൂടെ തന്നെ നല്ലോണം അങ്ങനെ ഒട്ടി നിൽക്കണ പോലെ ഉണ്ടാവുക. പക്ഷെ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒക്കെ ശരിയാവും കേട്ടോ. ഞാനങ്ങനെ തിളപ്പിച്ച് ഊറ്റി വെക്കൽ കുറവാണ്, നല്ല മടിയാണ് അങ്ങനെ വെക്കുമ്പം. പിന്നെ ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ബീഫിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ചൂടോടെ ഒട്ടി നിൽക്കുന്ന ടൈമിലും അങ്ങനെ ഒരുപാട് മിക്സ് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി നോക്കണ്ട. അത് ചൂടാറി കഴിയുമ്പം ശരിയാവും. അപ്പോൾ ഇതാ റൈസ് മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 15 മിനിറ്റോ 20 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ദം ചെയ്ത് വെക്കണം. അങ്ങനെ എൻ്റെ കിച്ചണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഞാൻ സൈഡ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കൊന്ന് ആവി പിടിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയൊക്കെ ഇതിലിട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിക്സ് ഇട്ടിട്ട് ഇങ്ങനെ ആവി എടുക്കലുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒന്ന് ആവി പിടിച്ചതാണ്. ആവി പിടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് മന്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കണം. റൈസ് സെപ്പറേറ്റ് ആക്കിയിട്ട് മസാല അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാം. ഞാൻ മൊത്തത്തിൽ അങ്ങനെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ബീഫ് വേവണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ മസാല ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. ഞാനിപ്പം മക്കൾക്കൊന്നും ഒരുപാട് മസാല ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അല്ലിക്കൊക്കെ എരിവുണ്ടായാൽ അവൾ കഴിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ബീഫ് കുറച്ചധികം ഉണ്ടായിരുന്നല്ലോ. റൈസ് ആണെങ്കിൽ 1 കിലോ റൈസൊന്നും ഇല്ലായിരുന്നു. അപ്പം കുറച്ച് റൈസ് ഉള്ളായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതൊരു 1.5 കിലോയ്ക്കുള്ള മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മസാല എടുത്ത് മാറ്റിയിട്ട് ബാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പിന്നെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഇമ്മയും ഞാനുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. പിന്നെന്താ, പിന്നെ അത്ര വലിയൊരു വ്ളോഗും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ പനിയൊക്കെ മാറി തിരിച്ച് വന്നിട്ട് നല്ല വ്ളോഗ്സൊക്കെ ചെയ്യാം. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലായിടത്തും ഇപ്പോൾ ഇവിടെ ചുറ്റിലും ഒക്കെ പനിയുണ്ട്. അപ്പോൾ മക്കൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്കൂളൊക്കെ മുടങ്ങും. ബീഫ് ഇതാ നല്ലോയിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരണം ബീഫ്, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പം അങ്ങനെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകുവോളം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ്. പിന്നെ ഇതാ നല്ല മഴയാണ് കേട്ടോ. വൈകുന്നേരം ഒക്കെ നല്ല മഴയാണ്. മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ അല്ലി നല്ലോണം പനിച്ച് വിറച്ചാണ് വന്നിട്ടുള്ളത്. പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ ബുക്ക് ചെയ്തപ്പം 6:30-ക്കൊക്കെയാണ് ടൈം കിട്ടിയത്. ഇപ്പോൾ എന്തായാലും വീട്ടിലുണ്ടായിരുന്ന പനീൻ്റെ മരുന്ന് കുറച്ച് കൊടുത്ത് ഓള് അവിടെ ഉറങ്ങിയിട്ടുണ്ട്. നല്ല പൊള്ളണ പനിയാണ് കേട്ടോ. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ചായക്ക് പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നുമില്ല. എന്തൊക്കെയോ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തോന്നും. ഭയങ്കര വിശപ്പും ഒക്കെയാണ്. അപ്പം ഒരു കേക്ക് എടുത്ത് ചായയും കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇക്ക ഓളയും കൊണ്ട് ഇതാ എടുത്ത് വന്നിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയി. അല്ലീൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. പൊന്നും കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ഓളോട് എനിക്ക് പനിക്കും പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഓൾ കേൾക്കണില്ല. അവൾക്ക് എന്തായാലും പോകണം, എന്തായാലും പനിയൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. സ്കൂളിലും ഓരോ ക്ലാസ്സിലൊക്കെ ഫുള്ള് ലീവാണ്, എല്ലാവർക്കും പനിയായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. താങ്ക് യു.